ഫസ്റ്റ് ഞാൻ ലീഡായിട്ട് മലയാളത്തിൽ ചെയ്ത പടത്തിൽ മുത്തുമണി ചേച്ചിയാണ്. ലവ് 24. ലവ് 24 ഞാൻ ഇല്ല. സോറി ഇല്ല. അങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ട് വേണം ഇനി ചെയ്യാൻ എന്നുള്ള ഒരു പ്ലാനിൽ നിൽക്കായതുകൊണ്ടാണ് വന്നത്. പറയുമ്പോൾ എന്നോട് പറയായിരുന്നു വിഷ്ണു ഭയങ്കരമായിട്ട് കരഞ്ഞു. 10 മിനിറ്റിൽ കൂടുതൽ മേക്കപ്പിന് ഇരിക്കാൻ മടിയാ. ഭയങ്കരമായിട്ട് എനിക്ക് ബോറടിക്കും. എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ പറയുന്ന ഇന്റർപ്രിട്ടേഷൻ അല്ല, ഇപ്പൊ ഈ പറയുന്ന ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും അല്ല ഇത് പുറത്ത് വരാം. വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാവോ ശ്രമിച്ചു നോക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് തന്നെ അത്ഭുതം തന്നെ. എനിക്ക് തന്നെ എന്റെ ശബ്ദത്തിന് വലിയ മതിപ്പില്ലാത്ത ഒരാളായതുകൊണ്ട്. ഗെറ്റ് സെറ്റ് ബേബിയുടെ റിലീസാണ് വരുന്ന ഫെബ്രുവരി 21. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രധാന താരനിരക്കാരായ നിഖില ബിന്ദു, മുത്തുമണിയുമാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. എനിക്കൊന്ന് നിങ്ങളുടെ കരിയറിൻ്റെ ഒരു തുടക്കം, നിങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിൻ്റെ തുടക്കം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സാമ്യതയുണ്ട്, എന്താണെന്ന് അറിയാമോ? അത് സത്യൻ സാറിൻ്റെ സത്യൻ അന്തിക്കാടിൻ്റെ പടത്തിൽ നിന്നാണ് മുത്തുമണിയും രസതന്ത്രം ഭാഗ്യദേവതയുടെ അല്ലേ? പിന്നീട് സത്യൻ്റെ ഒരുപാട് സ്ഥലത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും രസകരമായ സാമ്യത സാദൃശ്യം ഉണ്ട് നിങ്ങളുടെ കരിയറിൽ. പിന്നെ എൻ്റെ ഫസ്റ്റ് ഞാൻ ലീഡായിട്ട് മലയാളത്തിൽ ചെയ്ത പടത്തിൽ മുത്തുമണി ചേച്ചിയുണ്ട്. ലവ് 24 ഞാൻ ഇല്ല. സോറി ഇല്ല. എനിക്ക് എപ്പോഴും ഇല്ല ബാലചിത്ര പടമായതുകൊണ്ട് വളരെ എനിക്കത് വെരി ഫേവറേറ്റ് ആൻഡ് ക്ലോസ് ടു ഹാർട്ട് ആണ് വർക്ക് ഇല്ല. പക്ഷെ ഞാനില്ല. ഞാൻ എപ്പോഴും ശിബലയുണ്ട് മുത്തുമണി ചേച്ചി ഉണ്ടെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷെ നമ്മൾ ഭാഗ്യദേവയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ബാലചേച്ചി നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം അമ്മ ഭാഗ്യദേവിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം മറ്റേ ഒരു പള്ളി ഷൂട്ടൊക്കെ ആയിട്ട് ലക്ഷ്മിപ്രിയയുടെ. അപ്പൊ അന്ന് അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ അത് എല്ലാം കൂടെ മിക്സ്ഡ് ആയി. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. പക്ഷെ ബ്രോഡാഡിയിലുണ്ട്, പക്ഷെ രണ്ടുപേരും ഒരു കോമ്പിനേഷൻ ഇല്ല, കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ കുറെ പിന്നെ ഡബ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. വളരെ 1-2 പടം ഒരു പടത്തില് പ്രിയാമണിക്ക് വേണ്ടിയിട്ട് രണ്ടുപേർക്കാണ്. അതിഥിക്ക് വേണ്ടിയിട്ട് പടവെട്ടിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ തമിഴ് സിനിമയ്ക്ക് ഡബ് ചെയ്തിട്ടുണ്ട് രജീഷയ്ക്ക്. അങ്ങനെ കുറച്ച് സാമ്യതകളുള്ള ആൾക്കാരാണ്. മാർക്കോ കഴിഞ്ഞുള്ള ഉണ്ണിമുകുന്ദൻ പടമാണ്. സ്വാഭാവികമായിട്ടും ആൾക്ക് പ്രതീക്ഷ ഏറ്റവും കൂടുതലുണ്ടാകും ഈ സിനിമയെക്കുറിച്ച്. പക്ഷേ നമ്മൾ കേൾക്കുന്ന ഇതൊരു റൊമാൻറ്റിക് സിനിമ എന്നൊക്കെയാണ് ഇത് പറഞ്ഞത് അല്ലേ, കേൾക്കുന്നത്. പക്ഷെ അതൊന്നും അല്ലെന്നാണ് ഇപ്പം പുതിയ റിപ്പോർട്ട്. IVF എന്നൊക്കെ പറഞ്ഞത് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രേക്ഷകരുടെ ഒരു മുൻവിധിയോടെ സിനിമയെ സമീപിക്കുന്നതിന് മുമ്പായിട്ട് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഗെറ്റ് സെറ്റ് ബേബിയെ കുറിച്ച്? ഗെറ്റ് സെറ്റ് ബേബി ഒരു ഫാമിലി മൂവിയാണ്. റൊമാൻറ്റിക് മൂവി എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഒരു ഫാമിലി മൂവിയാണ്. ഉണ്ണി ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് IVFും ഹോസ്പിറ്റലും കുട്ടികളും ഒക്കെ ഉള്ളൊരു സിനിമയാണ്. ജനറലി നമ്മൾ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു സ്റ്റിഗ്മ ഉണ്ടല്ലോ, ഫീമെയിൽ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു മെയിൽ പേഴ്സ്പെക്റ്റീവ് നിന്ന്, ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ പേഴ്സ്പെക്റ്റീവ് നിന്ന് പറയുന്ന ഒരു കഥയാണ്. അപ്പം അതിൽ ഉണ്ണിയുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ, ഉണ്ണിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആൾക്കാർ എന്നുള്ള പോലെയുള്ള ക്യാരക്ടേഴ്സാണ് ഞങ്ങളെല്ലാവരും പ്ലേ ചെയ്യുന്നത്. കുറച്ചുകൂടെ ഒരു ബ്രീസി ഫാമിലി എൻ്റർടൈനർ സെറ്റപ്പിലാണ് ഉള്ളത്. പ്രോപ്പർ റൊമാൻറ്റിക് സിനിമ അല്ല. അങ്ങനെ ഒരു തോന്നല പാട്ടും കൂടെ വന്നപ്പോഴത്തേക്ക് അതാണ് ശരിയായ ഒരു പ്രയോഗം. ഇപ്പോൾ ഉണ്ണിയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ നിഖിലയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തുള്ള പല എന്താ പറയുക ഓൺട്രപ്രണറിയൽ ലെവലിൽ ചിന്തിക്കുന്ന സ്ത്രീകൾ, ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള നിലയ്ക്കും സ്വന്തമായിട്ടൊരു ചെറിയ സംരംഭം തുടങ്ങി അത് അടുത്ത സ്കെയിലിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ഉള്ളൊരു നിലപാടുള്ള ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറാണ് നിഖിലയുടെ ക്യാരക്ടർ. അപ്പം എല്ലാ രീതിയിലും എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന ഒരു പിടി കഥാപാത്രങ്ങൾ വന്നു പോകുന്ന ഒരു സിനിമയാണ് ഉണ്ണിയാട്ടായത്ത പടം. ഉണ്ണി എന്ന് പറയുന്ന നടൻ സഹപ്രവർത്തകനെ കുറിച്ച് എന്താണ്? ഉണ്ണിയുടെ കൂടെ ഫസ്റ്റ് ചെയ്യുന്ന പടമാണെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഉണ്ണിനെ വളരെ കുറേ നാളുകളായിട്ട് അറിയാം. പിന്നെ ഉണ്ണിയായിട്ട് പല സിനിമകളും ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഓക്കെ പറഞ്ഞിട്ട് നടക്കാതെ പോയ സിനിമകളുണ്ട്. ഡേറ്റ്സിൻ്റെ ഇഷ്യൂ കാരണം നടക്കാതെ പോയ സിനിമകളുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും സിനിമകൾ നടക്കാതെ പോയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ഒരാളായിട്ട് അഭിനയിക്കുക എന്ന് പറയുമ്പം പുതിയൊരു ഫീല് ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ണി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അതായത് ഒരു
ഇപ്പം നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു ഉണ്ണി മാർക്കോന് വേണ്ടി preparation മൊത്തം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. സമയം ഉണ്ടായിരുന്നത്. അപ്പം എനിക്കൊന്നും നമുക്കൊരു ഷൂട്ട് കഴിഞ്ഞൊരു ബ്രേക്കിൽ നമ്മൾ ചെയ്യും, പക്ഷെ ഉണ്ണി അന്നും മുതൽ മാർക്കോന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഹെൽത്ത് വൈസ് ആണെങ്കിലും ഫിറ്റ്നസ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ. ഇപ്പോൾ ഗെറ്റ് സെറ്റ് ബേബിയിൽ എനിക്ക് ശേഷമാണ് മാർക്കോ വന്നിരിക്കുന്നത്. ഇപ്പം മാർക്കോന് ശേഷം വരുമ്പോൾ ഉണ്ണി ആ സമയത്ത് കുറച്ചുകൂടെ ഒക്കെ ബിൽഡായിട്ടുള്ളൊരു ആളായിരുന്നു. അപ്പം ഡയറ്റും എല്ലാ ദിവസവും 2 നേരം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മേപ്പടിയാനില് വേണ്ടാന്ന് പറഞ്ഞു ആവേശം അല്ലേ? അങ്ങനെ എന്താ വേണ്ടെന്നല്ല, മീൻസ് അങ്ങനെ ഒരു നമുക്ക് ചെയ്യാനൊന്നും ഇല്ല, ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഞാനും ഉണ്ണിയും വർത്താനം പറയുമ്പോൾ ഉണ്ണി എന്നെയും കളിയാക്കാറുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് നീ അഭിനയിച്ചില്ല. എപ്പോഴും പറയുമ്പോൾ എന്നോട് പറയായിരുന്നു വിഷ്ണു ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നൊക്കെ. ഞാൻ വിഷ്ണുവിനെ വിളിക്കുക, ഞാൻ ചോദിക്കാം എന്ന് പറയാം. വിഷ്ണുവിനെ വിളിച്ച് ചോദിക്കണം, നീ ഇപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ണിക്ക് വിഷ്ണുവിന് വിഷമമായാലോ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ എപ്പോൾ കാണുമ്പോഴും വിഷ്ണുവിനോട് കരയി അവളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനുശേഷം നമുക്കൊരു എപ്പോഴും അസോസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. സംസാരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ശരിക്കും കരഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വിഷ്ണുവായിട്ടും കരഞ്ഞു. വെറുതെ പറയുന്നു, വെറുതെ ഉണ്ടാക്കി പറയുന്നു. മിസ്സായി പോയെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ഇല്ല, എനിക്ക് ആ സിനിമ നല്ലതാണ് എന്നുള്ള വിശ്വാസം അന്നും ഉണ്ട്. നല്ല സിനിമയാണ്. വിഷ്ണുവേട്ടൻ്റെ ലൈഫ് സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. വിഷ്ണുവേട്ടൻ അതിനകത്തൊരു റിലേഷൻഷിപ്പ് ആ സമയത്ത് പ്രോപ്പറായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളതുണ്ട്. അപ്പം ഞാൻ പ്രീസ്റ്റ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം എനിക്ക് പ്രീസ്റ്റ് കുറച്ചുകൂടെ നല്ല അപ്രിസിയേഷനൊക്കെ കിട്ടി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇത്തിരി കൂടി ലെങ്ത് ഉള്ളൊരു ക്യാരക്ടർ ഒരു സിനിമയിൽ ചെയ്യണം, കുറച്ചുകൂടെ അങ്ങനെ ഒരു പ്ലാനിൽ നിൽക്കുന്ന സമയത്താണ് ഇത് വന്നത്. പിന്നെ ഞാൻ ചെയ്ത സിനിമ പ്രീസ്റ്റിന് ശേഷം കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ജോ ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ട് വേണം ഇനി ചെയ്യാൻ എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കായതുകൊണ്ടാണ് അന്നത് ചെയ്യാണ്ടിരുന്നത്. പക്ഷെ ആ സിനിമ നന്നാവും എന്നുള്ളത് ഒരു പ്രതീക്ഷ എനിക്ക് അന്നും ഉണ്ടായിരുന്നു. ഇതിൽ നല്ല വേഷം തന്നെയാണ്. അപ്പോൾ ഇതിൽ നല്ല വേഷമാണ്. ഇതിൽ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടറുണ്ട്, അവരുടെ ഒരു ആർക്കുണ്ട്. അവർ എന്താ പറയുക, ഈ പറയുന്ന ഒരു ഓൺട്രപ്രണറാണ്, എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എന്നാൽ ഫാമിലി സെറ്റപ്പിലും ഒക്കെ ഉള്ള വളരെ ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഉണ്ണി തന്നെ പല സ്ഥലങ്ങളിൽ പ്രഷറൈസ്ഡ് ആവുന്ന സമയങ്ങളിൽ ഉണ്ണിയെ കൺസോൾ ചെയ്യുന്ന തരത്തിലുള്ള കുറച്ചുകൂടെ ചില്ലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം അതെനിക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എങ്ങനെ വിനയ് ഗോവിന്ദിലേക്ക് വരുന്നു? ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് ഫസ്റ്റ് വിളിക്കുന്ന സത്യത്തിൽ എൻ്റെ റൈറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള അനൂപാണ് വിളിച്ചിട്ടുള്ളത്. IFFIയിൽ ഈ പറഞ്ഞ പോലെ കാതലിൻ്റെ സ്ക്രീനിൽ നടക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഇപ്പോൾ വിളി വരും കേട്ടോ, നമുക്ക് കറക്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂറിനുള്ളിൽ എനിക്ക് കോൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമാണ് എന്നുള്ളത്. സോ അത് കഴിഞ്ഞിട്ട് വിനയിലേക്ക് എത്തുന്നു. വിനയ് പക്ഷേ ഇതിന് മുമ്പ് പരിചയമുണ്ട്, ഹസ്ബൻഡ് അരുൺ. അപ്പം അരുൺ വഴിയൊക്കെ അല്ലെങ്കിലും വിനയെ നല്ലോണം പരിചയമുള്ളതാണ്. പക്ഷെ ഇതിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഭയങ്കര ഒരു എന്താ പറയുക രസമുള്ള ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിപ്പം നമ്മൾ പറയുമ്പോൾ എല്ലാവരും വരും ഇതെല്ലാ ലൊക്കേഷനിലും ഇവർ ഇത് തന്നെയാണല്ലോ വന്നിട്ട് പറയുന്നത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, പലരെയും നമ്മൾ പലപ്പോഴും ഓൺലൈനിലൊക്കെ കണ്ട് പരിചയമുണ്ടെന്നുള്ള, അല്ലാണ്ട് നേരിട്ട് കാണുന്നവരെണ്ണം വളരെ കുറവാണ് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും. അപ്പോൾ വളരെ ജോവിയലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മൾ വന്ന് എത്തുന്നത് തന്നെ. ഒരു ഫീമെയിൽ ഗൈനക്ക്, ഒരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സ്, ഇതിനകത്ത് പല പല ക്യാരക്ടേഴ്സ് വന്നുകൊണ്ട് അതിനകത്ത് ഫീമെയിൽ ഗൈനക്കാണ്, ഉണ്ണിയുടെ ബോസാണ് ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ. പിന്നീട് കഥയുടെ മറ്റൊരു ഘട്ടത്തിൽ വേറൊരു രീതിയിലും കൊളീഗാണ്. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്നുള്ളതാണ് എൻ്റെ അടുക്കെ പറയുന്നത്. ഒരു ഇച്ചിരി അരഗൻ്റ് ആയിട്ടുള്ള, സ്ട്രിക്റ്റ് ആയിട്ടുള്ള, നമ്മളീ പറഞ്ഞ എന്താ പറയുക അത്ര ഫ്രണ്ട്ലി അല്ലാത്തൊരു ക്യാരക്ടർ. ഇതിൻ്റെ പ്രസവം എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറൽ, ഇതിന് ഇത്ര കരാൻ എന്തിനായിരിക്കണം, ആ ഒരു മൂഡാണ് ഇവരുടെ ഒരു ജനറൽ അപ്രോച്ചിലുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. തുടക്കകാലത്ത് കുറച്ച് നല്ല ഹ്യൂമർ നന്നായിട്ട് ചെയ്യുന്ന ആളാണ് മുത്തുമണി. പക്ഷെ അത് ഇപ്പം ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ചെയ്യാൻ, പക്ഷെ വിളിക്കുന്നില്ല. എന്താണെന്നറിയില്ല, എനിക്ക് ഈ പറഞ്ഞ റോളാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇപ്പോഴും അതെങ്ങനെയല്ലേ ഒരു ഡോക്ടർ വേഷമല്ലേ ഇതിൽ ഡോക്ടറാണ്. ഡിച്ചി പറഞ്ഞ പോലെ ഒരു സ്ട്രിക്ട് ടൈപ്പ്, പൊടിക്ക് നെഗറ്റീവ് ടൈപ്പ് എന്ന് വേണമെങ്കിലും പറയാം. പേഷ്യൻസിനോടൊക്കെ ചൂടാവുന്ന അരഗൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ ക്യാരക്ടറാണ്. ആ നർമ്മം നഷ്ടപ്പെടുന്നു തോന്നുന്നുണ്ടോ? വിളിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളൊരു കയ്യിൽ കിട്ടിയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അറിയില്ല, ഞാൻ ശ്രമിച്ചിട്ട് കുറച്ചായി. തിയേറ്ററിന്റെ ഒരു വലിയ പിൻബലമുണ്ട്, നല്ല തിയേറ്റർ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നാടകങ്ങളിലൊക്കെ ഗംഭീരമായ അത് ആ എക്സ്പീരിയൻസ് ഒരു പക്ഷേ സിനിമ വരുമ്പോൾ വല്ലാണ്ട് ഗുണം ചെയ്തിട്ടുണ്ടോ? അത്
സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്കൊരു ഇൻഹിബിഷൻ ഇല്ലാണ്ട് ഒരു പുതിയൊരു ക്രൗഡിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്ത് പെർഫോം ചെയ്യാനൊക്കെ. ഒരു ദളിത് പെൺകുട്ടിയുടെ അതെ ഞാൻ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നായിരുന്നു അത് ഫസ്റ്റ് ഒരു മേജർ പ്ലേ എന്ന് പറയാനായിട്ടുള്ളത്. പക്ഷെ സത്യം പറഞ്ഞാൽ പ്ലേ ചെയ്തിട്ട് ഒത്തിരി കാലമായി, ഒരു 10-12 വർഷത്തോളം ഞാൻ പ്ലേ ചെയ്തിട്ടും എന്നുള്ളത്. കാരണം ഇവിടെ എറണാകുളത്ത് ഒരു അമച്വർ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എല്ലാവരും മറ്റു പല ജോലികളിലുള്ളവർ, കോളേജ് സ്റ്റുഡൻസ്, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പ്രൊഡക്ഷൻ ചെയ്യും. അതേതെങ്കിലും തിയേറ്റർ ഫെസ്റ്റിവൽസിൽ നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ പെർഫോം ചെയ്യും. പക്ഷെ പിന്നീട് പലപ്പോഴും ജോലിയുടെ തിരക്കുകളായിട്ട് ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് മാറിയപ്പോഴത്തേക്കും എനിക്ക് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പിന്നീട്. അപ്പോൾ അങ്ങനെ പ്ലേ ചെയ്തിട്ട് ഒത്തിരി കാലമായി സെർട്ടൻലി. പക്ഷേ പ്ലേ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ ആ സിനിമയിലേക്ക് വന്നപ്പോഴല്ല. ഇപ്പോൾ ഗുരുവായൂർ അമ്പലം നടയിലും അതുപോലെ തന്നെ നുണക്കുഴിയിലും അത് കേൾക്കുമ്പോൾ ഒരു എൻ്റെ ജോണർ എന്ന് പറയുന്ന ഒരു തമാശ ഒക്കെ ഉള്ളതാണ്. പക്ഷേ അതിൽ 2 ക്യാരക്ടറും വളരെ റഫാണ്. ഇതിൽ അങ്ങനെ ഒരു റഫ് ക്യാരക്ടറാണോ? അല്ല, ഇതിൽ റഫ് ക്യാരക്ടർ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഉണ്ണിയുടെ ഒരു പെയർ ക്യാരക്ടറാണ്. ഞാൻ അങ്ങനെ ഒരു റൊമാൻറ്റിക് സിനിമകളൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളുകളായി. നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സിംഗ് ലോ കാണുന്നത് എനിക്ക് കുറച്ച് കാലത്തിന് ശേഷം അറിയാം. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ഡീറ്റെയിൽ പറയാനല്ല, അങ്ങനെയല്ല. എനിക്ക് ഉണ്ണിയുടെ ഈ പറഞ്ഞ നമ്മൾ 2 എക്സ്ട്രീം കണ്ടതുകൊണ്ടാണ്. ഒരാൾ ഭയങ്കര മാർക്കോയുടെ ഒരു ആക്ഷൻ്റെ ഇതും, ഇതിനകത്ത് കുറച്ചും കൂടി ഭയങ്കര സെറ്റിലായിട്ടാണെന്ന് തോന്നുന്നു. അപ്പം ഇതിൽ ഏത് ഉണ്ണിയാണ് ഭയങ്കര ഇഷ്ടം? ഉണ്ണി അങ്ങനെ വയലൻസ് ഉള്ള ആളൊന്നും അല്ല. ജനറലി ഉള്ള ഉണ്ണി പാവമാണ്. ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. രസമുള്ള ആളാണ് ജനറലി. സിനിമയിൽ ഇപ്പം ഈ ക്യാരക്ടറിന് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല, ആ ക്യാരക്ടറിന് എനിക്ക് വലിയ ഇഷ്ടമല്ല. അല്ല, കണ്ടിരുന്നോ? മാർക്കോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് പൊതുവെ വയലൻസ് ഇഷ്ടമല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പാവം ഒരു ഗൈനക്കോളജിസ്റ്റ്, ഭയങ്കര എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ക്യാരക്ടറാണ് ഉണ്ണിയുടേത്. എനിക്കൊന്ന് അതുമായിട്ട് കുറച്ചുകൂടെ ഒക്കെ ഒരു സിമിലാരിറ്റി ഉണ്ണിക്ക് ഉണ്ട് ലൈഫിൽ. എനിക്ക് നമ്മൾ മിസ്സാക്കുന്നുണ്ട്. ദുബായിലെ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉണ്ടാവേണ്ടതാണ് അല്ലേ? അതുകൊണ്ടാണ് ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാടി വരുന്നത്. കരിയർ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിപ്പച്ചെറുപ്പങ്ങളൊന്നും നോക്കിയിട്ടില്ല. ചിലപ്പം വലിയ പ്രാധാന്യമില്ല, ഇമ്പോർട്ടൻസ് ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും മുൻവിധിയോടുകൂടെ സമീപിക്കുന്നുണ്ട്? അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാറുന്ന ക്രൈറ്റീരിയകളാണ് ഉണ്ടാവാറുള്ളത്. ഇല്ല, എനിക്ക് വളരെയധികം ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ സിനിമകളിൽ ഇപ്പോൾ ഒരു ഗസ്റ്റ് റോളൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ നോ പറയാൻ പറ്റാറില്ല. അപ്പം അങ്ങനെ ചിലപ്പം ചെയ്യാറുണ്ട്. അതർവൈസ് പറയുകയാണെങ്കിൽ ഒരു ചില സമയത്ത് നമുക്ക് തോന്നും ഒരു വലിയ സിനിമയുടെ ഭാഗമായിട്ട് ചെയ്യണം എന്നുള്ളത് സമയത്ത് പ്രോപ്പറായിട്ടുള്ളൊരു കഥ വരുമ്പം അത് ചെയ്യാം എന്നുള്ളത് നോക്കും. പിന്നെ ഈ കമേഴ്ഷ്യലി ഈ സിനിമ കൊണ്ടുവന്ന് റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നതും അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ റിലീസാവുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാം എന്ന് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം പ്രൊമിനൻസ് ഉണ്ടോ? ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ആ സിനിമ നടക്കുന്നത്. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പറയുമ്പോൾ എൻ്റെ ക്യാരക്ടർ ഇല്ലാതെ നിങ്ങൾക്ക് ആ സിനിമ പറയാൻ പറ്റില്ല. കാരണം എന്താണ് ഈ സിനിമയുടെ കോർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഞാൻ പഞ്ചാം പാതിര നോക്കുകയാണെങ്കിൽ അതിൻ്റെ കോർ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെയാണ് എന്നുള്ളതുണ്ട്. എന്താണ് അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ചെയ്യാൻ നോക്കാം. മീൻസ് അങ്ങനെ ഗസ്റ്റ് റോളുകൾ വരുമ്പോൾ ഭയങ്കര പ്രൊമിനൻ്റ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് കുറേ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടുക്കും. നമ്മൾ ബാക്ക് ടു ബാക്ക് ഒക്കെ ചിലപ്പം ഇപ്പോൾ ജാതകം നോക്കുകയാണെങ്കിൽ 2 വർഷം മുന്നേ ചെയ്ത സിനിമയാണ്, അതിപ്പോഴാണ് റിലീസാവണേ. ഗുരുവായൂരും കുറച്ച് നാളുകൾ മുന്നേ ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്. അതിൻ്റെ പ്രോസസ്സ് കുറച്ച് വലിയതായതുകൊണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് റിലീസുകൾ ഇല്ലാണ്ടാവും. ബാക്ക് ടു ബാക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാ സിനിമകളിലും ഒരു സീനിൽ വരും, 2 സീനിൽ വരും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു വർഷത്തിൽ 1-2 ഒക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ റിലീസ് വരുമ്പം മാസത്തിൽ 3 റിലീസൊക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പം ആ സമയത്ത് ഇപ്പം ജാതകം അങ്ങനെ തന്നെയാണ്. അരവിന്ദൻ്റെ അതിഥികളുടെ ടീം അവരൊരു സിനിമ ചെയ്യുന്നു, അതിൽ ഒരു ഫുൾ ലെങ്ത് ഫീമെയിൽ റോൾ എന്നുള്ളത് ആർക്കുമില്ല. മൾട്ടിപ്പിൾ ഫീമെയിൽ റോൾസാണുള്ളത്. അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നപ്പം ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. ആ ക്യാരക്ടറാണെങ്കിലും ഈ സിനിമയുടെ പല ഭാഗങ്ങളിലും ഈ വോയിസ് ഓവർ ക്യാരക്ടറായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഗസ്റ്റ് റോളായിട്ട് തന്നെ ചെയ്തതാണ്. പക്ഷേ 2 ദിവസം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ ടീമിൻ്റെ കൂടെ പിന്നെ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാനൊരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് റിപ്പീറ്റായിട്ട്. ഇപ്പം ജോൻ്റെ ഡയറക്ടറിൻ്റെ സിനിമയിലാണ് 18+ പോയി അഭിനയിക്കുന്നത്. എനിക്ക് രസമാണ് എന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ
ശ്രമിക്കാറുണ്ട്. ജോയിലാൻ വളരെ വ്യത്യസ്തമായൊരു വേഷമാണ്. കാരണം അവിടെ മാത്യുവിൻ്റെ അല്ലേ സഹോദരനായിട്ടൊക്കെ അല്ല സഹോദരിയായിട്ട് അഭിനയിക്കുകയാണ്. അതിൻ്റെ ഡൾ മേക്കപ്പ് ആണെങ്കിൽ ഡൾ മേക്കപ്പ് അല്ല, മേക്കപ്പ് മേക്കപ്പ് ഇല്ല. അതെ, മേക്കപ്പ് ഇല്ലാതെ. ഇല്ല. അപ്പം മേക്കപ്പ് ഇല്ലാതെ അഭിനയിച്ചാൽ അങ്ങനെ ഇരിക്കും. എനിക്ക് ഞാൻ അധികം സിനിമകളിൽ മേക്കപ്പ് ഇല്ലാണ്ടാണ് അഭിനയിക്കുക. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാ ബേസിക്കലി. പണ്ടത്തെ പോലെ ഇപ്പൊ അതങ്ങനെ ഇല്ല. ഇപ്പൊ അങ്ങനെ ആവശ്യമില്ല. മേക്കപ്പ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഡയറക്ടേഴ്സിന് ഭയങ്കര സന്തോഷമാണ്. അപ്പം വളരെ എനിക്ക് ഒരു 10 മിനിറ്റിൽ കൂടുതൽ മേക്കപ്പിന് ഇരിക്കാൻ മടിയാ. ഭയങ്കരമായിട്ട് എനിക്ക് ബോറടിക്കും ഇരിക്കുമ്പോൾ. ഭയങ്കര റെസ്റ്റ്ലെസ് ആവും ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം മേക്കപ്പ് വേണോ എന്ന് ഞാൻ അതിന് മേക്കപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് മേക്കപ്പ് ഇല്ലാണ്ട് അഭിനയിക്കാൻ അങ്ങനെ കോൺഫിഡൻസ് കുറവൊന്നുമില്ല. അല്ലപ്പോ നല്ല മേക്കപ്പ് ഓവറുള്ള സിനിമ ക്യാരക്ടറൊക്കെ വന്ന വലിയ പടമായിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പം നമ്മൾ സഹായിക്കും. അങ്ങനെ ആവശ്യം വരുമ്പോൾ. അങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ജനറലി നമ്മൾ ലൈഫിൽ വീട്ടിലിരിക്കുമ്പോൾ മേക്കപ്പ് ഒന്നും ഇടില്ലല്ലോ. അപ്പോൾ എനിക്കത് ഓക്കെയാണ്. മേക്കപ്പ് ഇട്ടിരിക്കണം എന്നോ ഇങ്ങനെ ഹെയർ നന്നായി ഇരിക്കണം എന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല. ജോയാൻ ജോയിൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റ് തന്നെ ഞാനായിരുന്നു. ഞാൻ തന്നെ മുടി കെട്ടും, ഞാൻ തന്നെ ഡ്രസ്സറും ഞാൻ തന്നെ പോരും. അതായത് ഒരു ഷോർട്ട് വെച്ചിട്ട് അടുത്ത സീനിലേക്ക് മാറാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന സമയമില്ലേ, ആ സമയത്ത് അപ്പോൾ ഇവർ വിചാരിക്കും ഒരു അരമണിക്കൂർ എടുക്കും റെഡി ആവാന്ന് വെച്ചാൽ ഞാൻ അപ്പം തന്നെ ഡ്രസ്സ് മാറി എനിക്ക് റെഡി ആയോ എന്ന് ചോദിച്ചിട്ട്. കാരണം എനിക്കൊന്നും ഞാൻ തന്നെ മുടി കിട്ടും, ഇന്ന് പിന്നീടാന്ന് വിചാരിക്കും, എന്നാൽ പിന്നെ ഇന്ന് പോണേ കേട്ടോ, അല്ലെങ്കിൽ ഇന്ന് അയച്ചിടാം, അതൊക്കെ ഞാൻ തന്നെ ചെയ്യാം. മേക്കപ്പ് മാനെ കൊണ്ട് വലിയ ഉപദ്രവം ഒന്നും ചെയ്യിപ്പിക്കണ്ട. ഇല്ല, മേക്കപ്പ്മാരെ ഞാൻ വളരെ കുറച്ചേ കാണാറുള്ളൂ ഇപ്പോൾ സിനിമയിൽ. എനിക്ക് വിനയോടെ തൊട്ട് മുമ്പ് ഒരു സിനിമ ചെയ്തിരുന്നു, നിവിൻ പോളിയുടെ താരം എന്ന് പറഞ്ഞു. അത് എന്താ ഇത് തുടങ്ങിയോ അത് നിന്നോ? ആ സമയത്ത് ചില ഇത് കാരണം നടക്കാതെ പോയതാണ്, പോസ്റ്റ്പോൺ ചെയ്തതാണ്. ഇനിയിപ്പം അതിൻ്റെ അവസ്ഥ ഈ പറഞ്ഞ നിവിചേട്ടൻ്റെ ഫിറ്റ്നസ്സും ഈ മണാലിയിലാണ് അതിൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്യേണ്ടത്. അതും ഇവിടെ നിന്ന് പോയി നമ്മൾ സോങ് ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല, ഇവിടുത്തെ ഫുൾ ഒരു ക്രൂ സെറ്റപ്പ് അവിടെ ഷൂട്ട് ചെയ്യണം. ഒരു 60 ക്രൂവും ഒരു 60ഓളം കാസ്റ്റ് മെമ്പേഴ്സും ഉണ്ടാവുന്ന പോലെ അവിടെ ഷൂട്ട് നടക്കണം. അപ്പോൾ അതിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ ഇനി ആയി വരണം. മഞ്ഞുള്ളൊരു സമയം വേണം. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മോഡറേറ്റ് മഞ്ഞായിരിക്കണം, കൂടുതലാവരുത്, അങ്ങനെ പല ക്രൈറ്റീരിയ ഉണ്ട്. ഷൂട്ടിംഗ് കുറച്ച് കഴിഞ്ഞില്ല? ഇല്ല, കുറച്ച് തുടങ്ങിയായിരുന്നു. ഇനി ബാക്കി എപ്പോഴാണ് നടക്കുക എന്നുള്ളത് അറിയില്ല. സംവിധായകൻ നിലയിൽ വളരെ കൂളായ ആളാണോ? എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാണ് ഞാൻ. വിവേക് രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സബ് ടൈറ്റിൽ ചെയ്യുന്ന വിവേകേട്ടൻ്റെ ഫ്രണ്ടാണ് വിനയേട്ടൻ. അപ്പം അങ്ങനെ എനിക്ക് കുറേ നാൾ മുന്നേ വിനയ് ഗോവിന്ദനെ പരിചയമുണ്ട്. അപ്പം താരം നടക്കാതെ പോയി പിന്നെ പുള്ളി ഒരു 10 വർഷം ആ സമയത്തേക്ക് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ. അപ്പം പുള്ളി ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം എൻ്റെ ഭാഗത്തു നിന്ന് അതാണ് ചെയ്യാൻ പറ്റുന്നത്. വിനയ് ഗോവിന്ദൻ്റെ ഒരു പ്രത്യേകത ഇത്തിരി കൂടി കളർഫുൾ സിനിമകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നമുക്ക് തന്നെ ചിലപ്പോൾ ഈ ഡ്രസ്സ് ഇത്തിരി ഓവറല്ലേ, ഇത്തിരി കുറച്ച് കളർ കൂടുതലല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഒരു കളർഫുൾ ആണ്, കാണുമ്പോൾ അറിയാം. നല്ല ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ വളരെ സെറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഈസ് എ വെരി ഫൺ ലവിംഗ് പേഴ്സൺ ഓൾസോ. ഒരു വൈബ്രന്റ് വ്യക്തിയുമാണ്. അതിന്റെയൊക്കെ കൂടെ റിഫ്ലക്ഷൻ ഭയങ്കര ചില്ലാണ്. ചില സെറ്റുകളിലൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, പുള്ളിക്ക് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് നമുക്ക് തോന്നാൻ പോലും ഇല്ല. ഈ ഡബിങ് ചെയ്തെന്ന് പറഞ്ഞു നേരത്തെ. പിന്നെ ഒരു പ്രിയമണിക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നല്ല യോബിന്റെ പുസ്തകം പത്മപ്രിയക്ക്. പിന്നെ എന്താണ് ഡബിങ് അങ്ങനെ ഒരു പ്രൊഫഷണൽ? അത് വളരെ യാദർശികമായിട്ട് എനിക്ക് കോൾ വന്നതാണ് ഡയറക്ടറിന് ഇരിക്കുന്നത്. അമൽനീരതായിരുന്നു സംവിധായകൻ. അമലേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് ചെയ്യാവോ, ശ്രമിച്ചു നോക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം. കാരണം എനിക്ക് തന്നെ എൻ്റെ ശബ്ദത്തിന് വലിയ മതിപ്പില്ലാത്ത ഒരാളായതുകൊണ്ട് അപ്പം ഇങ്ങനെ ഒരു ഇച്ചിരി വേറെ നിൽക്കുന്ന രീതിയിലാണ് ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ ഓപ്ഷൻ എന്നുള്ളതാണ്. പിന്നെ ചെയ്യാൻ താല്പര്യമുണ്ട്. നമുക്കെല്ലാം ഈ പറഞ്ഞ പോലെ ആക്ടിങ്ങിന്റെ പല വേരിയേഷൻസ് അല്ലേ ഇതെല്ലാം. അതിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ എല്ലാവരും ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരാണല്ലോ പൊതുവിൽ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. മോണോ ആക്ടിൽ തുടർച്ചയായിട്ട് പ്രൈസ് വാങ്ങിച്ച ആളാണ് അല്ലേ? 9 തവണ എന്നൊക്കെ ശരിയായ ഒരു കണക്കാണോ അത്? സബ് ജില്ല കണക്കായിരിക്കുള്ളൂ ഈ 9 എന്ന് പറയുമ്പോഴേ. കാരണം അല്ലാണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 8ാം ക്ലാസ് തുടങ്ങിയല്ലേ തുടങ്ങുന്നത്. 8, 9, 10 3 വർഷമല്ലേ വരുള്ളൂ. ഇത് വിക്കിപീഡിയയുടെ ആണ് ഈ പറയുന്നത്. 2-3 പ്രാവശ്യം ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് സബ് ജില്ലയിൽ വെച്ച് സ്ഥിരം കിട്ടാറുണ്ടായിരുന്നു. എറണാകുളം സബ് ജില്ല വെച്ച് അങ്ങനെയുള്ളൂ. അപ്പോൾ മോണാക്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഏകാഭിനയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. മറ്റേ ലങ്കാലക്ഷ്മിയിൽ ഒരു നാടകം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലങ്കാലക്ഷ്മി ഫുൾ പ്ലേ ആയിട്ടാണ് ചെയ്തിരുന്നത്. മോണാക്ട് ശരിക്കും 5 മിനിറ്റ് കോമ്പറ്റീഷൻ അമ്മയായിരുന്നു മിക്കവാറും ഒക്കെ. അമ്മയും അച്ഛനും കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്നിങ്ങനെ അങ്ങനെ പുറത്തുനിന്ന് ഒരാളെ ട്യൂട്ടർ അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും ഇല്ല. അവർ രണ്ടുപേരും കൂടെ ആയിരുന്നു പൊതുവെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു അന്നത്തെ പ്രധാനമായിട്ട് അവതരിപ്പിച്ചിരുന്നത്?
എല്ലാ വർഷവും കറണ്ട് അതെ അതാത് വർഷം മോണോ മുകുന്ദന്റെ ഡൽഹി ആയിരുന്നു ലാസ്റ്റ് ചെയ്തിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഏത് ഭാഗമാണ് അതിൽ? ഫുൾ അതിന്റെ ഒരു സിനോപ്സിസ്, ഒരു രത്ന ചുരുക്കം കണക്ക് അമ്മ എന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മോണോക്ട് ചെയ്യാൻ അവസരം ഉണ്ടായാലും ഏത് സബ്ജക്റ്റ് ആയിരിക്കും? ഞാൻ ചെയ്യില്ല മോണാക്ട്. എനിക്ക് അതെ അതെ ഒന്ന് എനിക്ക് നമുക്ക് അതിനെ കുറച്ചും കൂടെ വിപുലമായ രീതിയിൽ 5 മിനിറ്റിലൊരു അത് ഒരു വേറെ സ്കിൽ സെറ്റാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ സമയം എടുത്തൊരു കഥാപാത്രത്തിനെ ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് താല്പര്യം. അങ്ങനെയാണെങ്കിൽ സിനിമ വല്ലതും ചെയ്യാറുണ്ടോ? പ്ലാൻ ഉണ്ടോ? സംവിധാനം? ഇല്ല. അല്ല, ഞാൻ പിന്നെ അരുണിനോടൊപ്പം സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഫൈനലിൽ? ഞാൻ അഭിനയിച്ചിട്ടേ ഉള്ളൂ. സംവിധാനവും തിരക്കഥയും എല്ലാം ടെൻഷൻ അടിക്കലും ഒക്കെ അരുണിന്റെയാണ്. ടെൻഷൻ ഇടയ്ക്ക് ഞാൻ കൂടെ അടിച്ചു കൊടുക്കും, അല്ലാണ്ട് വേറെ ഒന്നും ടെൻഷൻ അടിക്കാൻ വയ്യാത്തോണ്ടാണ്. ഷെയർ ചെയ്യാൻ വയ്യ. അതല്ലേ, ടെൻഷൻ അടിക്കാൻ വയ്യാത്തോണ്ടാണ്. ഒട്ടും പറ്റില്ല. കാരണം ഈ പറയുന്ന ചില ദിവസങ്ങൾ നമ്മൾ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ 9 മണിക്ക് ഷൂട്ടിന് എത്തുന്നു, വൈകുന്നേരം 9 മണിയാകുമ്പോൾ നമ്മുടെ ഷൂട്ട് കഴിയുന്നു, തിരിച്ചു പോകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം പിറ്റേ ദിവസത്തേക്കുള്ള പ്ലാനിങ് നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഷൂട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകും. ഈ പുറമേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമുള്ള ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഷൂട്ട് എന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും ദ മേക്കേഴ്സ് എടുക്കുന്ന ടെൻഷൻ വളരെ വലുതാണ്. ഇപ്പം വിനയെ ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാത്രി 12 മണിക്ക് ഷോട്ടിൻ്റെ സമയത്ത് വിനയ് രാവിലെ 9 മണിക്ക് കണ്ട അതേ ചിരിയോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വിനയ് ആയിക്കോട്ടെ, അലക്സ് ക്യാമറ ചെയ്തിട്ടുള്ള അലക്സ് ആണ്, അലക്സ് ആയിക്കോട്ടെ, നമുക്ക് അത്ഭുതം തോന്നുന്നു എങ്ങനെ ഇവർക്ക് പറ്റണമെന്നുള്ളത്. നമ്മൾ തന്നെ ഡ്രെയിൻഡ് ആവും. പറയുമ്പോൾ നമ്മൾ കുറേ നേരം ക്യാരവനിൽ വെറുതെ ഇരുന്നിട്ടായിരിക്കും ചിലത്. പക്ഷേ ഇവർ മോർണിംഗ് 9 till 12 ഒറ്റ സ്ട്രെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എങ്കിലും വിനയ് അന്നൊരു ഹേ പ്രഭു, പരമാനന്ദ പ്രഭു എന്നുള്ള ഒരു ഇന്റർനെറ്റ് ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള സമയത്ത് അപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ അടിച്ച് ചെയ്യുമ്പോഴത്തേക്കും വിനയ് അതൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ ചില്ലായിട്ടിരിക്കുന്നത് കാണാറുണ്ട്. സോ അതൊരു ഡിഫറെൻറ്റ് സ്കിൽ സെറ്റാണ് ഓൾ ടുഗെദർ. എന്നെ കൊണ്ട് അത് താങ്ങുന്ന ഒരു വ്യക്തിയല്ല. അത്രയും ടെൻഷൻ ഐ കാൺട്ട് ഹാൻഡിൽ. അല്ല, എന്നിട്ട് ഈ നല്ല കലാകൃതവും നല്ല ഒരു നിയമമൊക്കെ പഠിക്കാനായിട്ട് എന്താ ഉണ്ടാകുന്നത് താല്പര്യം? ഞാൻ നിയമം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഠിച്ച് തുടങ്ങി 3-ാം വർഷത്തിലാണ് ഞാൻ രസതത്തിലേക്ക് എത്തുന്നത്. അല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇടമാണത്. കുറച്ച് എൻ്റെ വേർഷനാണത്. അത് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാകാം. പൊതുവേ അതിനകത്ത് കുറച്ച് കള്ളം നിയമം കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടിക്കുഴച്ചിൽ ഈ ടെൻഷനൊക്കെ എടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഇതെങ്ങനെ നിയമം പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു ഒരു ടെൻഷനാണ്. നമ്മളതിനെ കള്ളമെന്ന് പൊതുജനം അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞപ്പോൾ കള്ളം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളതിനെ നിയമം എന്നുള്ളത് ജസ്റ്റിസിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് നിയമ വിദ്യാർത്ഥികൾ എല്ലാവരും കാണുന്നത്. ഇറ്റ്സ് എ പാത്ത് ടു ജസ്റ്റിസ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നിയമം പഠിച്ചു തുടങ്ങി ഒരു 3rd ഇയർ വെക്കേഷൻ, ഞാൻ നുവാൽസിലാണ് ലോ ചെയ്തത്. അതിൻ്റെ 3rd ഇയർ വെക്കേഷൻ സമയത്താണ് രസേന്ദ്ര അഭിനയിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് കുറച്ച് കാലം ആക്റ്റീവായിട്ട് ഫിലിമിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് പോയിട്ട് ഞാൻ LLM ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു ചോദ്യം എല്ലാവരും ചോദിച്ചു തുടങ്ങി, എന്തുകൊണ്ട് നിയമം സിനിമ എന്നുള്ളത്. അപ്പം ഞാൻ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു. എൻ്റെ LLM സബ്ജക്റ്റ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് സിനിമ ഒന്ന് ചെയ്തിട്ട് റിസർച്ചിന് ജോയിൻ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഒന്നും കൂടെ സ്ട്രീം ലൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ കോപ്പിറൈറ്റും ഫിലിമും ആക്കി. അപ്പോൾ എൻ്റെ തീസിസ് ഇപ്പോൾ ഫിലിം ആൻഡ് കോപ്പിറൈറ്റിലാണ് ഞാൻ എഴുതി വെച്ചത്. LLB പഠിക്കുമ്പം നമുക്ക് കോടതി പോയി വാദിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, ലീഗൽ അഡ്വൈസർ ആയിട്ട് പല എലമെന്റ്സ് ഉണ്ട്. ഞാൻ മോർ ഇൻടു അതിൻ്റെ ഒരു IPR കൺസൾട്ടൻസിയും എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ നോക്കുന്നത്. എന്നാലും നമുക്ക് ഒരു നിയമ വിദ്യാർത്ഥികൾ അവർക്ക് ഇങ്ങനെ ഒരു പ്രമാദമായ കേസ് കിട്ടുക, അത് വാദിക്കുക, അതിൽ ജയിക്കുക എന്നൊക്കെ പറഞ്ഞൊരു സ്വപ്നം ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല. വാദിക്കുക എന്ന് പറയുന്നത് വേറൊരു സ്കില്ലാണ്. അല്ല, മുത്തുമണിക്ക് അതില്ല എന്നാണ് പറയുന്നത്. അല്ല, ഇപ്പൊ ഞാൻ LLB പഠിക്കുന്നുണ്ട് ആക്ച്വലി ഇപ്പോ. ഓ ശരി, അത് പുതിയ ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ പഠിക്കുന്നു. അപ്പൊ അങ്ങനെ സാമ്യത വന്നു. അതെ, പക്ഷെ അത് അങ്ങനെ അത് പിന്നെ ചേട്ടൻ പറയുന്ന രീതിയിലാണ് പറയണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സിനിമയിൽ ചെയ്യുന്നതും അതേ സാധനമാണ്, മേക്ക് ബിലീഫാണ്. അപ്പോൾ അത് ചെയ്യുന്ന ആൾക്ക് പോയി വാദിക്കുമ്പം ഒരു ഒരു ഈ പറയുന്ന സാധനം ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വാദിക്കുന്ന അതല്ല, നമുക്കിപ്പം സിനിമ ഫോർ എക്സാമ്പിൾ സിനിമ എടുക്കുകയാണെങ്കിൽ സിനിമയിൽ നമുക്ക് ആർട്ടിസ്റ്റായിട്ട് നിലനിൽക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് ചിന്തിക്കാം. ഇപ്പം നേരത്തെ എന്നോട് തന്നെ ചോദിച്ചല്ലോ, ഡയറക്ടറോ അല്ലെങ്കിൽ റൈറ്റിങ്ങോ ചിന്തിക്കുന്നില്ലെന്ന്. അതുപോലെ തന്നെ നിയമം എന്ന് പറയുന്ന ഒരു വലിയ അംബ്രല്ലയ്ക്ക് അടിയിൽ പല ഓപ്ഷൻസ് നിലനിൽക്കുന്നുണ്ട്. ആസ് എ ലിറ്റിഗേറ്റർ നമുക്ക് നിൽക്കാം, ആസ് എ കൺസൾട്ടൻറ്റ് നമുക്ക് വർക്ക് ചെയ്യാം, ആസ് എ ലോ ഫാക്കൾട്ടി നമുക്ക് വർക്ക് ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സ്വഭാവമായിട്ട് EMA കമ്മിറ്റി എന്ന് പറഞ്ഞൊരു ഇത് വന്നു. സിനിമാ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ് അവർ പഠിക്കുകയൊക്കെ ചെയ്തത്. നിങ്ങളുടെ ഒരു നിയമ ബോധ്യം വെച്ചിട്ട് ആ കമ്മിറ്റി എടുത്ത തീരുമാനങ്ങളിലോ അല്ലെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യങ്ങളിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അത് ശരിയായിരുന്നില്ലെന്നോ അല്ലെങ്കിൽ അതാണ് ശരിയെന്നോ ഉള്ള ബോധ്യമുണ്ടോ? ഞാൻ ഫുൾ റിപ്പോർട്ട് വായിച്ചിട്ടില്ല. മാറ്റർ കോടതിയുടെ മുന്നിൽ നിലനിൽക്കുകയാണ്.
അത് പക്ഷേ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ അതായത് വുമൺ വർക്ക് സ്പേസ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് വളരെ സ്വാഗതാർഹമാണ്. അതിലത്തെ ഫൈൻഡിങ്ങുകൾക്ക് എങ്ങനെ ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ള മീഡിയ വേർഷനാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ മുന്നിലുള്ളത്. അപ്പം കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ടും ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാത്തതുകൊണ്ടും ഇതിനപ്പുറത്തേക്ക് ഒരു അതോറിറ്റേറ്റീവ് ഒപ്പീനിയൻ പറയാൻ എനിക്കറിയില്ല. പക്ഷേ വിത്ത് ദ അവൈലബിൾ ഇൻഫർമേഷൻ വൺ തിങ് ഐ ക്യാൻ സേ ദാറ്റ് അതൊരു ഭയങ്കര ബോൾഡ് സ്റ്റെപ്പായിരുന്നു ഫ്രം ദ സൈഡ് ഓഫ് ദ അതോറിറ്റി. അങ്ങനെ ഒരു നിലപാടെടുത്ത് മുന്നിലേക്ക് വരിക എന്നുള്ള. കാരണം ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സെക്ടറിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് അത് ഏതുമായിക്കൊള്ളട്ടെ, നമ്മളിത് സിനിമ ആയതുകൊണ്ടും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണല്ലോ നമ്മൾ അറിയുന്നത്. അത്തരത്തിൽ എല്ലാ ഇൻഡസ്ട്രിയുടെയും എല്ലാ സെക്ടറിലെയും ഇതുപോലെ പഠിക്കേണ്ടതായിട്ടുള്ള പല എലമെൻസും ഉണ്ട്. അങ്ങനെ കമ്മീഷൻസും കമ്മിറ്റീസും പലയിടത്തും നടക്കുന്നുമുണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട്. അപ്പം ഇതിൽ നമ്മുടെ ഈ ഇൻഡസ്ട്രി തന്നെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റഡി നടത്തിയതിൽ വളരെ നല്ലൊരു മൂവാണെന്നുള്ളത് തന്നെ പറയുന്നത്. അത് തന്നെയാണോ നിഖിലേക്കും ആ അഭിപ്രായം തന്നെ? അതെ, നമ്മൾ ജനറലി പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അറിയുന്നത് ഒരു മീഡിയ പെർസ്പെക്റ്റീവാണ്. മീഡിയയ്ക്ക് ആ സമയത്ത് ഒരു വളരെ അത്യാവശ്യമായി വേണ്ടിയിരുന്ന ഒരു ന്യൂസായിരുന്നു. അപ്പോൾ അവരതിനെ എത്രത്തോളം എലാബറേറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്താലാണ് എൻ്റെ അറിവിൽ പ്രോപ്പർലി സിനിമയിൽ നിന്നുള്ള ആൾക്കാർ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. കാരണം ശരിയായിട്ട് പഠിക്കാതെ നമ്മൾ അതിനെപ്പറ്റി പ്രതികരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം കൃത്യമായി പഠിച്ചതിന് ശേഷം ചേച്ചി പറഞ്ഞ പോലെ ഞാനും അതിൻ്റെ ഫുൾ റിപ്പോർട്ട് നമ്മൾ വായിച്ചിട്ടില്ല. പക്ഷെ കൃത്യമായി അതിനെപ്പറ്റി അറിയാതെ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല അതിൽ. അപ്പം പ്രതികരിക്കാത്ത പക്ഷം എന്നാൽ നമ്മളുടെ ഒരു വേർഷൻ ഓഫ് ഒരു സ്റ്റോറി ഉണ്ടാക്കി വിടാം എന്നുള്ളത് കുറേ മീഡിയ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വേർഷനാണ് സമൂഹത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ പക്ഷം ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു മൂവ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര എല്ലായിടത്തും ഇല്ല. അപ്പം നിങ്ങൾ പുറത്തുനിന്ന് പറയുമ്പം ഇൻഡസ്ട്രി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് പോലെ അല്ല ആ വേർഷനെ നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇത് നടക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ മൂവാണെന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും ഭയങ്കര ഓക്കെ, അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ ഇതൊക്കെ സഹിച്ച് ഞങ്ങളിവിടെ കിടക്കുകയല്ല, ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസ് മാത്രമല്ല, ഇതിലേക്കുള്ള നിയമ നടപടികളോ എന്താണോ അതിൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് സിനിമയിൽ അഭിനയിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇതൊരു മോശം ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ള സ്പേസിലല്ല ഞങ്ങൾ അതിനെ കാണുന്നത്. പലരുടെയും നമ്മുടെ ഈ ഇൻ്റർവ്യൂകളോ അല്ലെങ്കിൽ അവർ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരു നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഒരു നെഗറ്റീവ് അതിൻ്റെ ഒരു കട്ട് നെഗറ്റീവ് മാത്രം എടുത്തിട്ട് അത് വലിയ പ്രശ്നങ്ങൾ, അത്തരമൊരു രീതികളോട് യോജിക്കുന്നുണ്ടോ? ഒബ്വിയസ്ലി യോജിക്കുന്നു. അത് ബേസിക്കലി നമ്മളതെങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പം അവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഇരിപ്പുണ്ട്, പകുതി വെള്ളം കുടിച്ചിട്ട്. എനിക്ക് വേണമെങ്കിൽ പറയാം അതിനകത്ത് പകുതി വെള്ളമുണ്ടെന്ന്, ചേട്ടന് വേണമെങ്കിൽ പറയാം അതിനകത്ത് പകുതി വെള്ളമില്ല എന്ന്. അത് നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവ്. സത്യത്തിൽ അത് അങ്ങനെയുള്ളത്. ഇറ്റ് ഹാസ് എൻ എലമെൻറ്റ് ഓഫ് ഹൗ വി വ്യൂ ഇറ്റ്, ഹൗ വി പെർസീവ് ഇറ്റ്, ഹൗ വി ഇൻറ്റർപ്രറ്റ് ഇറ്റ് എന്നുള്ളതാണ്. നമുക്ക് എത്ര പേരെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? നമ്മൾ എങ്ങനെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് എത്ര പേരടിക്കാൻ നമുക്ക് പാടില്ല. ചില സാധനങ്ങൾ പറ്റി റിപ്പീറ്റഡ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം മീഡിയനെ സംബന്ധിച്ച് അത് പിന്നെയും വാർത്തയാണ്. അത് പുതിയത് പറഞ്ഞു എന്നുള്ള സാധനങ്ങൾ മാത്രമേ വരുള്ളൂ. പിന്നെ കോൺവെർസേഷൻ സെറ്റപ്പിലുള്ളതല്ലല്ലോ വരുന്നത്. എഴുതി വരുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് വായിക്കാം, അല്ലെങ്കിൽ മോഡുലേഷൻ നമുക്കിടാം, അതിനൊരു അഹങ്കാര ചൊവ്വയിൽ വായിക്കാം, ഒരു തണ്ടയുടെ ചൊവ്വയിൽ വായിക്കാം, തമാശയായിട്ട് വായിക്കാം. അത് നിങ്ങളുടെ അപ്പുറത്തെ സൈഡും കൂടെ ഈക്വലി ഇൻവോൾവ് ആണ് ഈ വിഷയം. നമുക്ക് എന്തെങ്കിലും പറയാൻ തന്നെ തുറന്നു പറയാൻ ഒരു പേടി ഉണ്ടാവും അല്ലേ അങ്ങനെ വരികയാണെങ്കിൽ? സ്വാഭാവികമായിട്ടും ഇല്ല ചേട്ടാ, ഞാൻ തുറന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടല്ല ഈ സാധനങ്ങൾ വരുന്നത്. എന്ത് വരിക എന്ന് പറയുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ വലിയൊരു അഭിപ്രായം പറയുന്നതോ നല്ലത് പറയുന്നതോ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് നല്ലതല്ല വേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടാണല്ലോ നല്ലത് പറഞ്ഞപ്പോൾ ആർക്കും കാണാൻ താല്പര്യമില്ല, അപ്പം ഞങ്ങളിത് ഇങ്ങനെ മാറ്റിയേക്കാം എന്ന് വെച്ച് പറയുന്നിടത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ പോവാന്നുള്ളതേ. സഹോദരി സന്യാസ ദീക്ഷ സ്വീകരിച്ചു. പക്ഷെ ഒരു സന്യാസം എന്നൊക്കെ പറയുന്നത് വലിയ ഉദാത്തമായ സങ്കല്പങ്ങളാണ്. അത് കിട്ടാൻ തന്നെ പുണ്യം ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു സങ്കല്പത്തിൽ അങ്ങനെ ഒരു വരുമ്പോൾ അതൊരു നല്ല ചേച്ചിയുടെ തീരുമാനമൊക്കെ കറക്റ്റായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ ചേച്ചി 36 വയസ്സുള്ള ഒരാളാണ്. അവർക്ക് ഞാൻ തീരുമാനം എടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം ബേസിക്കലി ഇല്ല. ഞാനും അല്ല, ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം ബേസിക്കലി ഇല്ല. അപ്പോൾ അവരുടെ ലൈഫിൽ എന്താ വേണ്ടതെന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതിൽ ഒരാളുടെ ഡിസിഷൻസിനെ അക്സെപ്റ്റ് ചെയ്യണം,
അതിൻ്റെ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ അതിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. ഞാനതാണ് ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പോൾ എനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ തന്നെയാണ് അവളൊരു കാര്യം ചെയ്യുന്നത്. ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് ഒരാൾ ചോദ്യം ചെയ്യാത്തിടത്തോളം അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതും ചോദ്യം ചെയ്യണം. നമ്മൾ അതുവരെ അറ്റാച്ച്ഡ് ആയിട്ടിരുന്ന കുടുംബമായിട്ട് വളരെ അടുത്തുള്ള ഒരാളാണ്, അവളെ മിസ്സാവുകയാണ് പെട്ടെന്നിരുന്നു. പക്ഷെ ആ ഒരു ലോസ് പോയിന്റ് എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ബേസിക്കലി. കാരണം ഞാൻ പറയുന്ന ഇൻ്റർപ്രിട്ടേഷൻ അല്ല, ഇപ്പോൾ ഈ പറയുന്ന ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയും അല്ല ഇത് പുറത്ത് വരാം. അപ്പം ബെറ്റർ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുകയാണ് എന്നുള്ളതാണ് എൻ്റെ ചോയ്സ്. ഉണ്ണി ദുബായിലായിരുന്ന സമയത്ത് ഉണ്ണി ഈ അവിടെ ഒരു എയർപോർട്ടിൽ വെച്ചൊരു സ്ത്രീകളുമായിട്ട് സംസാരിക്കാനിട വന്നപ്പോൾ അവർ പറഞ്ഞൊരു റൊമാൻറ്റിക് സിനിമയാണല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഉണ്ണി പറഞ്ഞതല്ല, അത് IVF കുറിച്ചുള്ള സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ ആ 3 പേരും 3 സ്ത്രീകളും IVF എടുത്തവരായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ സിനിമയായിരിക്കാം അല്ലേ. ഇറ്റ്സ് ബേസിക്കലി മദർഹുഡിനെയും പാരന്റ്ഹുഡിനെയും ഒക്കെ എങ്ങനെ നോക്കിക്കാണാം എന്നുള്ളതിൻ്റെ അതിൻ്റെ ഓരോ സെറ്റ് ഓഫ് പാരന്റ്സിനും എൻ്റെ പല രീതിയിലുള്ള അമ്മമാരെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്, പല പെർസ്പെക്റ്റീവിലുള്ള വിഷയം കാണുന്നുണ്ട്, ഫാമിലീസ് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം 3 പേര് IVF എടുത്ത് കണ്ടെന്ന് പറഞ്ഞാൽ 3 പേർക്ക് 3 എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ്, ഒരാൾക്ക് നല്ലതായിരിക്കാം, ചിലപ്പോൾ ഒരാൾക്ക് വളരെ ഹാർഡായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. സോ അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഒരു ഡോക്യുമെൻ്ററി സെറ്റപ്പിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും കാണാൻ താല്പര്യപ്പെടില്ല. നമ്മൾ ഫാമിലി സെറ്റപ്പിൽ ഫാമിലീസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി ഇരുന്ന് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ചെലവഴിക്കുന്ന ആൾക്കാരല്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു മദർഹുഡ് എന്നുള്ളത് ഒരു ചോയ്സ് ആണെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയാണ്. വി ഷുഡ് നോട്ട് കമ്പൽ എനിബഡി. അതിനി മദർഹുഡ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സിൽ കൂടെ അമ്മയാവുമ്പോൾ മാത്രമേ ഒരു വ്യക്തി അമ്മയാവുന്നുള്ളൂ എന്നുള്ളതോ അങ്ങനെയല്ല, മറിച്ച് ആർക്കും അമ്മയാവാം, എപ്പോൾ വേണമെങ്കിലും അങ്ങനെ ഓപ്റ്റ് ചെയ്യാം എന്നുള്ള പല എലമെൻറ്റുകളും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ IVF എന്ന് പറയുന്നതിന് എന്തോ വലിയൊരു പ്രശ്നമായിട്ട് ഒബ്സർവ് ചെയ്യുന്നവരുണ്ട്. അതല്ല, അതൊരു റെഗുലർ ഒരു ഇഷ്യൂ ആയിട്ട് കാര്യമായിട്ട് നോക്കി കാണുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല എലമെൻസുകൾ ഇതിലൂടെ വന്നു മറിഞ്ഞ് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ കാണുന്നവരെല്ലാം ഏതെങ്കിലും തരത്തിലൊക്കെ അത് കണക്റ്റഡ് ആവട്ടെ, എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് ഇത് കാണാൻ കഴിയട്ടെ, നല്ല വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.